ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ 3-4 കൊച്ചുള്ളി, 3-4 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് 3 പച്ചമുളക് ഞങ്ങളുടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ചോപ്പറിൽ വെച്ചൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ 3 മീഡിയം സൈസ് സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ നമുക്ക് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ അല്പം എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. ഇപ്പം ഞങ്ങൾ സവാള ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതും ഇതിനോട് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഞാൻ ഒരു പാത്രത്തിൽ ഒരു 2.5 ഗ്ലാസ് വെള്ളം, നമുക്ക് 4 പേർക്കുള്ള ചോറാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ വെള്ളത്തിലേക്ക് 2 ബേ ലീവ്സ്, ഒരു കറുകാപ്പട്ട, 3-4 ഗ്രാമ്പു, 2 തക്കോലം, 3-4 ഏലക്ക. പിന്നെ ഞാനിതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. കാരണം റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളം നന്നായി തിളയ്ക്കട്ടെ. ആ സമയം നമ്മുടെ മസാല ഒന്നും കൂടെ റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഏതാണ്ട് ഒന്ന് വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ബിരിയാണി മസാല. ഇവയെല്ലാം കൂടി നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെമ്മീന് വേണ്ട മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഈ ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നമ്മുടെ ഈ ചെമ്മീൻ വേകാൻ പാകത്തിലുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇത്തിരി വെള്ളം ആക്കേണ്ട ആവശ്യമില്ല. ആ ചെമ്മീൻ ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വേകണം. അതിനായി ഞാൻ അല്പം വെള്ളം അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഈ ചെമ്മീൻ ഈ ഗ്രേവി കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ബസ്മതി റൈസാണ്. ഇത് നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റൈസും നമ്മുടെ ചെമ്മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് പ്രത്യേകം പാത്രത്തിൽ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ചെമ്മീൻ ബിരിയാണിയാണ്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.